ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ദില്ലിയിലെ ദേശീയ സമരത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം സമരത്തിലേക്ക് മുഖ്യമന്ത്രിമാരടക്കം ദേശീയ നേതാക്കൾ എത്തിയത് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമായി. വിട്ടുനിന്ന കോൺഗ്രസ് ആകട്ടെ വലിയ പഴി കേൾക്കേണ്ടി വന്നു. കേന്ദ്രവിരുദ്ധ സമരത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോകുന്ന നിലയുണ്ടായി. നിയമസഭയിലേക്ക് മടങ്ങിവന്ന പ്രതിപക്ഷം ഇടതുവിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് പയറ്റിയത്. വിവാദങ്ങളിലെ മുൻകാല തോൽവികളൊന്നും പ്രതിപക്ഷത്തിന് പാഠമായിട്ടില്ല എന്നു വ്യക്തം. പതിവ് പോലെ മുഖ്യമന്ത്രിയെ ഉന്നം വയ്ക്കുക എന്നതിലേക്ക് മാത്രമായി ചുരുങ്ങി. മന്ത്രി പി രാജീവ് പറഞ്ഞതുപോലെ സ്വന്തം മുന്നണിക്ക് നേരെ ഉണ്ടയുള്ള വെടിപായിച്ച മാത്യു കുഴൽനാടനും മോദി വിരുന്നിന് പോയ പ്രേമചന്ദ്രൻ എംപിയും പ്രതിപക്ഷത്തിൻ്റെ അടിതെറ്റിച്ചു. ഈ സഭാസമ്മേളനം നാളെ അവസാനിക്കാൻ പോകുന്നു. ഈ സഭാസമ്മേളന കാലയളവിലെ രാഷ്ട്രീയമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, CPI, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്, M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ. അരുൺകുമാർ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് സാഹചര്യത്തിലൂടെയാണ് ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നിയമസഭയിൽ നമ്മൾ കണ്ടത്. ദേശീയ സമരം അത് സൃഷ്ടിച്ച വലിയ അലയൊലികളുണ്ട്. അതിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ തലം വളരെ ഗൗരവമായി നിൽക്കുന്നു. ദേശീയ നേതാക്കൾ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയെ പോലെ രണ്ട് മുഖ്യമന്ത്രിമാർ, അതുപോലെ സ്റ്റാലിൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ സ്റ്റാലിൻ്റെ പങ്കാളിത്തം, തമിഴ്നാട് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ DMKയുടെ പങ്കാളിത്തം, മറ്റു പാർട്ടികൾ, സമാജ്വാദി പാർട്ടി, മറ്റ് നിരവധി പാർട്ടികൾ, BJP ഇതര പാർട്ടികൾ, കോൺഗ്രസ് ഒഴികെ ഒരു ദേശീയ സമരത്തിൻ്റെ ആത്മവിശ്വാസവും രാഷ്ട്രീയവുമായിട്ടാണ് സർക്കാർ നിയമസഭയിലേക്ക് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നത്. മറുഭാഗത്ത് പ്രതിപക്ഷം പതിവ് പോലെ തന്നെ സർക്കാരിനെ ഒരു പ്രതിപക്ഷ ശൈലിയിൽ തന്നെ കടന്നാക്രമിക്കുക സ്വാഭാവികം. അതിൽ പക്ഷേ പ്രകടമായ ഒരു ഇടതുവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആവർത്തനം കാണാം, പൊതുകാര്യങ്ങളിൽ പോലും ബഹിഷ്കരണത്തിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പോഴുണ്ടായ സാഹചര്യങ്ങളാണ് മുൻപ് സൂചിപ്പിച്ചതുമൊക്കെ. അപ്പോൾ ഈ ബജറ്റ് സമ്മേളനം നാളെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതുരാഷ്ട്രീയം ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് മുൻതൂക്കം നൽകുന്നതാണോ? പ്രതിപക്ഷത്തിൻ്റെ അടിതെറ്റിയിട്ടുണ്ടോ? തീർച്ചയായും ഇത്തവണ ബജറ്റ് സമ്മേളനമാണല്ലോ. ആ ബജറ്റ് സമ്മേളനത്തിന് മുൻപേ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് അവലോകനം നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല ഹെഡിലുള്ള നികുതി വെട്ടിക്കുറവ്, അതല്ലെങ്കിൽ വിഹിതം വെട്ടിക്കുറവും, കേരളത്തിൻ്റെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡിന് ശേഷമുണ്ടായിട്ടുള്ള നേട്ടങ്ങളും അവയെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ വിഹിതം വെട്ടിക്കുറച്ചത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണെന്നും യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഞങ്ങളത് ആലോചിച്ച് പറയാം, ഒരാഴ്ച കഴിഞ്ഞ് പറയാം എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം മടങ്ങിയത്. ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ CPMവുമായി യോജിച്ചൊരു പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്നതാണ് മറുപടി പറഞ്ഞത്. മറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഗൗരവമില്ല എന്നോ, കേന്ദ്രം വിവിധ ഹെഡുകളിൽ കേരളത്തിന് നൽകാനുള്ള പലതരത്തിലുള്ള നികുതി വിഹിതത്തിലുണ്ടായിട്ടുള്ള കുറവ്, കടമെടുക്കാൻ ഉള്ള അനുവാദത്തിൽ വന്നിരിക്കുന്ന വെട്ടിക്കുറവ്, അവ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. മറിച്ച് CPMനോട് യോജിച്ചുകൊണ്ട് ഒരു സമരത്തിനില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫെബ്രുവരി 8-ാം തീയതി സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയി. അതിൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കർണാടക ഗവൺമെൻറ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 6-7 മാസമേ ആയുള്ളൂ. അവർ ഫെബ്രുവരി 7-ന് സമരം പ്രഖ്യാപിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്തു. നമുക്കറിയാം, ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു സമരമാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സമരം നടത്തുക എന്നത്. ആ സമരം പൂർണ്ണമായിട്ടുള്ള വിജയത്തിലെത്തി എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ 14ഓളം വരുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ആ സമരത്തിൻ്റെ ഭാഗമായി അണിനിരന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ടായി. അതുപോലെ തന്നെ 2 മുഖ്യമന്ത്രിമാർ, പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും വന്ന് വളരെ വികാരഭരിതമായി അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ജമ്മു കാശ്മീരിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ 14ഓളം വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ആ സമരത്തിന് പിന്തുണ കൊടുത്തപ്പോൾ ഒരു നാഷണൽ ന്യൂസ് എന്ന രൂപത്തിലല്ല, ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് എന്ന രൂപത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയായി അത് മാറി. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കണ്ടത്. സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഇത് ചർച്ച ചെയ്ത് തീർക്കണം, അതിന് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രം ചർച്ച ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഇവിടെ സൂചിപ്പിച്ചത് സുപ്രീം കോടതി ഈ കേസൊന്നും എൻ്റർടൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ തന്നെയാണ്. നമ്മൾ വളരെ വിശദമായി ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച് നിയമം മുന്നിൽ കണ്ടുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരമോന്നത നീതിപീഠത്തെ സമീപിക്കുകയും ആ വാദമുഖങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അത് ചർച്ച ചെയ്ത് തീർക്കാൻ
ഭാഗത്തിന് നാളത്തേക്കും മറ്റന്നാളത്തേക്കും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. കാരണം വളരെ ഗൗരവത്തോടെ സുപ്രീം കോടതി ആ വിഷയം കണ്ടു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് ഗവർണർമാരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. അപ്പോൾ ഈ കേരളം സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമത്തെ നേരിടാൻ ഒത്തൊരുമയോടെ പോകണം, പ്രതിപക്ഷം സഹകരിക്കണം, നമുക്ക് കേരളത്തെ നിലനിർത്തുക എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. അതിൻ്റെ ഭാഗമായി ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ആവശ്യത്തെ പോലും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറാകാതെ കിട്ടിയ അവസരത്തിലെല്ലാം കേരളത്തെ തകർക്കാൻ വേണ്ടിയാണ് നോക്കിയത്. അത് വികസന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കാതെ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ പല രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടെല്ലാം പ്രതിപക്ഷം നടത്തിയ ഇടപെടൽ നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിലും ഏറ്റവും മികച്ച ബജറ്റ് തന്നെ അവതരിപ്പിച്ചു. ആ ബജറ്റ് ജനങ്ങൾ ഗൗരവത്തോടെ ഏറ്റുവാങ്ങുന്ന സാഹചര്യമുണ്ടായി. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുവാനും, അതുപോലെ ഏതെല്ലാം മേഖലയിലാണോ നികുതി പിരിവ് കുറച്ചുകൂടി ശക്തമാക്കേണ്ടത് അവ ജനങ്ങൾക്ക് ഭാരം ഇല്ലാത്ത തരത്തിൽ തന്നെ നികുതി പിരിവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ എല്ലാ മേഖലയെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ഒരു വിഭാഗം ആളുകൾക്ക് പോലും അതിൽ അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യമില്ല. സർക്കാർ ജീവനക്കാർക്കടക്കം പെൻഡിംഗ് നിൽക്കുന്ന DA കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നു. പെൻഷന്റെ കുടിശ്ശിക ഒരിക്കലും നീണ്ടുപോകില്ല, എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തി അത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ വസ്തുതകൾക്ക് നിരക്കാത്ത നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതെ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റിനെ അങ്കലാപ്പിലാക്കുവാനും, അതുപോലെ യഥാർത്ഥത്തിൽ ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ മുഖ്യധാരയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് UDFന്റെ നേതൃത്വത്തിൽ നടന്നത്. ആ സാഹചര്യത്തിലാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി വിരുന്ന് സൽക്കാരം ഏറ്റുവാങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ കർണാടകത്തിലെ കോൺഗ്രസ് തന്നെ കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് തന്നെ കർണാടകത്തിലെ ഗവൺമെന്റ് നടത്തിയ സമരത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കാൻ അവർക്ക് കഴിയാതെ വന്ന സാഹചര്യം. അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഗൗരവത്തോടെ ഈ രാജ്യം ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വരെ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും. ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റിന് കഴിയും. ഏത് തരത്തിലും ഈ ഗവൺമെന്റിനെ തകർക്കാൻ അത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയാലും ഗവർണർ ആയാലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധമായാലും അത് ചങ്കുറ്റത്തോടെ നേരിടാൻ കേരള ഗവൺമെന്റിന് ആർജവം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നത്. അത് തന്നെയാണ് നിയമസഭയിൽ പ്രതിഫലിച്ചത്. ഇവിടെ നിജേഷ്, ഈ രൂപത്തിൽ വളരെ ശക്തവും അനുകൂലവുമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടതിനെക്കുറിച്ച് ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അരുൺ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയിൽ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് അടിതെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞു വെക്കുന്നതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ബാക്കി ഭാഗം. എന്തു പറയും മറുപടി? അരുൺകുമാറും CPM-ഉം താങ്കളും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന സമയത്തൊക്കെ അനുകൂലമായ സാഹചര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ചാനലിൽ എന്ന് ചർച്ചയ്ക്ക് വന്നാലും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് അനുകൂലമായ സാഹചര്യം എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രിയപ്പെട്ട അരുൺകുമാറിനോട് വളരെ ലളിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞ ന്യായമൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലിറങ്ങി സാധാരണക്കാരനോട് പറയുക. റേഷൻ കടയിൽ പോകുന്ന, മാവേലി സ്റ്റോറിൽ പോകുന്ന, അങ്കണവാടിയിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന, ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങുന്ന, ശമ്പളം വാങ്ങുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഒന്ന് അന്വേഷിച്ച് നോക്കുക, നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണോ കേരളത്തിലുള്ളത് എന്ന്. അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് DA കൊടുക്കാമെന്ന് തീരുമാനിച്ചോ? ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചോ? 3000 കോടി രൂപ കടമുള്ള സപ്ലൈകോയെ രക്ഷപ്പെടുത്താൻ 305 കോടി രൂപ വിലയിരുത്തിയതാണോ? ഇന്ന് ഞാൻ അരുൺകുമാറിനോട് ചോദിക്കുന്നു, തദ്ദേശ 3000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെലവഴിച്ച തുക 18% കോഴിക്കോട് കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടുള്ളത്, വിനിയോഗിച്ചിട്ടുള്ളത്. 503 കോടി രൂപയാണ് ട്രഷറിയിൽ ക്യൂ ആയി നിൽക്കുന്നത്. ട്രഷറിക്കകത്ത് 5 ലക്ഷം രൂപയിൽ കൂടുതൽ മാറ്റരുത് എന്ന് ഓർഡറുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് ബില്ല് കൊടുത്താൽ ആ ബില്ല് അംഗീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ദിവസം കഴിഞ്ഞാൽ ട്രഷറി ബില്ലിൻ്റെ അവസ്ഥ അവസാനിക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ബില്ല് കൊടുക്കണം. ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ കഴിഞ്ഞ കുറേ കാലമായി ട്രഷറിയിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടുന്ന് പൈസ പാസ്സാകുന്നില്ല, പ്ലാൻ ഫണ്ട് കൊടുക്കുന്നില്ല, മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഇല്ല.
9,023 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വെച്ചത്. പ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര സർക്കാരാണെന്നും അത് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നതും സുപ്രീം കോടതിയിൽ പോകുന്നതും സുപ്രീം കോടതി തന്നെ ചർച്ച ചെയ്യാൻ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നതും. പക്ഷേ അങ്ങനെ കേരളത്തിലെ പൊതു ആവശ്യത്തിന്റെ ഒരറ്റത്ത് ഒരു മൂലയിലോ ഒരു അരികിലോ എങ്ങും നിങ്ങളില്ല എന്നുള്ളത് കൂടി നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമല്ലേ, വിമർശനമല്ലേ? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 9,023 കോടി എവിടെ എത്തി? ലൈഫ് ഭവന പദ്ധതി, നേരത്തെ പറഞ്ഞ ലൈഫ് ഭവന പദ്ധതിയിൽ കേന്ദ്രം നൽകേണ്ട തദ്ദേശ ഗ്രാന്റ് എവിടെ എത്തി? പ്രതിപക്ഷം അന്വേഷിച്ചിട്ടുണ്ടോ? നൽകിയിട്ടുണ്ടോ? 4 ലക്ഷത്തി ചില്ലാനം ലൈഫ് ഭവന പദ്ധതി വീടുകൾക്ക് എഗ്രിമെന്റ് വെച്ചപ്പോൾ പണം കൊടുത്തത് 18 കോടിയാണ് എന്ന് പറഞ്ഞാൽ 1,800 ആളുകൾക്ക്, അതിനപ്പുറത്ത് കൊടുത്തിട്ടില്ല. ആ പറഞ്ഞതിലെ പിശക് നിയമസഭയിൽ മന്ത്രി തന്നെ, കൺസേൺ മന്ത്രി തന്നെ, എം പി രാജേഷ് തന്നെ തിരുത്തി കണക്ക്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് അങ്ങനെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് രേഖകൾ ഉയർത്തിക്കാട്ടി മന്ത്രി പറഞ്ഞല്ലോ. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ സൈറ്റ് ഒന്ന് പരിശോധിക്കേ, വീഡിയോ അപ്ഡേറ്റ് ചെയ്യ. അല്ല, പ്രതിപക്ഷ നേതാവിനെ വിട്, നിങ്ങൾ ആ സൈറ്റ് പരിശോധിക്കേ. ഏത് മേഖലയിലാണ് മന്ത്രി എം പി രാജേഷിന്റെ കണക്കുകൾ പ്രകാരം സഭയിൽ പറഞ്ഞ എത്രയാണ് കൊടുത്തത് അത് പറഞ്ഞ അരുൺകുമാർ പറഞ്ഞാൽ മതി. എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്കണവാടിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? മാവേലി സ്റ്റോറിനകത്ത് ഫുഡ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ എന്നൊന്നുണ്ട് എന്ന പ്രശ്നം നിങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ കാട്ടുന്നത് എന്തുകൊണ്ടാണ്? വസ്തുതാപരമായി ഞങ്ങൾ ചോദിച്ചല്ലോ ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന്. ഏത് വിഷയത്തിൽ? അരുൺ ഒന്നുകൂടി. അല്ല, അരുൺകുമാർ ഇതെല്ലാം കേന്ദ്രം തരാഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടെ അല്ല, ഞാൻ ഇനി ചോദിക്കട്ടെ. കഴിഞ്ഞ തവണ കേരളത്തിന് കിട്ടിയതിൽ നിന്നും 57,400 കോടി രൂപയുടെ കുറവുണ്ടായത്. ആ കുറവ് ഗൗരവത്തോടെ നമ്മൾ എത്രയോ ചർച്ചകളിൽ ചർച്ച ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഈ കേരളത്തിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ സഹകരണ ഫെഡറലിസം, സാമ്പത്തിക ഫെഡറലിസം തകർത്തു എന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ CPM-നോട് യോജിച്ച ഒരു സമരത്തിന് തയ്യാറല്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും പറഞ്ഞത്. ഇതേ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് അടക്കം പറഞ്ഞല്ലോ, കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ശക്തമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാനുള്ള തോത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് മാത്രം വെട്ടിക്കുറയ്ക്കുന്നു. ഇവിടെ കേരളത്തിന്റെ പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.89 കിട്ടിക്കൊണ്ടിരുന്നത് 1.92 വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതൊക്കെ എത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ യോജിച്ച പോരാട്ടത്തിന് തയ്യാറല്ല നിങ്ങൾ. അത് നിങ്ങൾ തന്നെ നേതാക്കന്മാർ സമ്മതിച്ചിരിക്കുന്നു. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ സമരം ഇത്ര ഉജ്ജ്വലമായ സമരമായി മാറിയത്. 14 രാഷ്ട്രീയ കക്ഷികൾ ആ സമരത്തോട് യോജിക്കുന്ന സാഹചര്യം ഉണ്ടായി. പല മുഖ്യമന്ത്രിമാരും നേരത്തെ അത് സൂചിപ്പിച്ചു. നിജേഷ്, രണ്ട് വാചകം കൂട്ടിച്ചേർക്കാൻ എനിക്കൊരു അനുമതി തരണം. അതായത് സുപ്രീം കോടതിക്ക് പോലും, നിജേഷ്, സുപ്രീം കോടതിക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാകുന്നു, ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടും കേരളത്തെ പ്രതിപക്ഷം എടുക്കുന്ന സമീപനമാണ് മനസ്സിലാകാതെ പോകുന്നത്. 1. 2, വളരെ സരസമായ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ മോദിയുടെ അടുത്തേക്ക് ഏറ്റവും നല്ലൊരു സൗഹൃദ വിരുന്നിന് പോകാൻ കേരളത്തിൽ അവസരം കിട്ടിയ ആൾ ശ്രീ NK പ്രേമചന്ദ്രൻ MP ആണ്. അദ്ദേഹത്തിന് ആ പോയപ്പോഴെങ്കിലും കേരളത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നെങ്കിലും പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാലെങ്കിലും നമ്മൾക്കൊരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു എന്ന് വളരെ സരസമായി അതും ഉണ്ടായിട്ടില്ല. അല്ല, അതിന് വേണ്ടല്ലോ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിട്ടാണല്ലോ പിണറായി വിജയൻ അങ്ങോട്ട് പോയിരുന്നത്. അവിടെ വെച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പിണറായി വിജയൻ പോയ സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ പ്രേമേന്ദ്രന്റെ പുറകെ പോകുന്നത്? നിതിൻ ഗഡ്കരിക്ക് വിരുന്ന് കൊടുത്തില്ലേ പിണറായി വിജയൻ? അതാരെങ്കിലും പറഞ്ഞു? അല്ല, ഞങ്ങൾ പറയുമ്പോ ബാലിശം. നിങ്ങൾ ഈ പ്രേമേന്ദ്രന്റെ പിറകെ കൂടി പണ്ട് ചോദിച്ചായിട്ടാണ് എന്റെ ഓർമ്മ. പുതുവൈപ്പിൻ LNG ടെർമിനൽ, ആ ടെർമിനൽ പലതരത്തിൽ നടക്കാത്ത വിധത്തിലേക്ക് പോയപ്പോൾ അത് കേരളമാണ് ഉത്തരവാദിത്വത്തോടെ അത് ഏറ്റെടുത്ത് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച് അത് പ്രാവർത്തികമാക്കിയത്. LNG പോലെ, ദേശീയപാത പോലെ പുതുവൈപ്പിൻ എത്ര വലിയ വിവാദ സംഘർഷം നിറഞ്ഞ വാർത്തകളുടെ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടത് അതിന് നേതൃത്വം കൊടുത്തൊരു സർക്കാരാണെന്നേ.
അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തൊരു മുഖ്യമന്ത്രി അല്ല, അവിടെ അത് പോകേണ്ടത് അങ്ങനെ അനിവാര്യമാണെന്നേ. അങ്ങനെ അതല്ലാതെ അത് തന്നെയാണ്. ഒരു ഏതെങ്കിലും കാലത്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലത്ത് വിമർശനങ്ങളും അല്ല, വിയോജിപ്പുകളും ഒരു മാറ്റിവെച്ചുള്ള കാലത്ത് ഊണ് കഴിക്കലല്ലോ. ഒരു കാലത്ത് അതേ മുഖ്യമന്ത്രി പോയി ദില്ലിയിൽ ഒരു സമരം കാലത്ത് ചെയ്തില്ലേ? സമരം ചെയ്യും. അതേ മുഖ്യമന്ത്രി അല്ല, തന്നെ ഒരു സുപ്രീം കോടതിയിൽ കാലത്ത് കേസ് സമരം കൊടുത്തില്ലേ? ചെയ്യും. അതേ അല്ല, മുഖ്യമന്ത്രിയോടും ഒരു കാലത്ത് കേന്ദ്രത്തോടും സമരം ചർച്ച ചെയ്യാൻ ചെയ്യും. സുപ്രീം കോടതി ആ പറഞ്ഞില്ലേ സമരം നിജേഷ്? ഞങ്ങളെ സമരത്തിന് സറണ്ടർ ചെയ്യും. പറയും. ആ സമരം മാത്രമല്ല ഇന്ന് കേരള മന്ത്രിസഭയ്ക്കകത്തിരിക്കുന്ന പി രാജീവ് സമരം ചെയ്തു. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞ് ഇതേ അരുൺകുമാർ എന്റെ മുന്നിൽ ഈ സർക്കാരിന്റെ നേട്ടമായിക്കൊണ്ട് പറഞ്ഞത് എന്താണ് ഗെയിൽ. എന്തെങ്കിലും അല്ല, തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? തെളിവ് ചോദിക്കും. അല്ല, ഈ ബജറ്റിലെ അതൊരു ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചാനലിന്റെ ലേഖനം മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അറിയോ നിജേഷ്, ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതീതി നിർമ്മാണവും വസ്തുതയും രണ്ടും രണ്ടാണ് നിജേഷ്. ഒരു വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് നിരാകരിക്കാം. അല്ല, എനിക്ക് നിരാശയില്ല. ഞാൻ അന്നും പറഞ്ഞു, നിരാശയല്ല ഞാൻ പറഞ്ഞത്. ജോർജ് തോമസ് വാചകമേ ഞാൻ പറഞ്ഞു. കൊടിയത്തൂരിൽ ഞാൻ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പി രാജീവ് എറണാകുളത്ത് ഗെയിലിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. എസ് ശർമ്മ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ചാനലിന്റെ റിപ്പോർട്ടർക്ക് തന്നെ അരുൺകുമാറെ എത്രയോ കാലം ആര് മാപ്പ് പറഞ്ഞു? എത്രയോ കാലം പബ്ലിക് ഡൊമൈനിൽ തീർന്നില്ല. ഈ ബഡ്ജറ്റിലെ ഏറ്റവും ഒരു തെളിവ് അത് ഏറ്റെടുക്കും നിജേഷ്. എത്ര വാർത്തകൾ കാണിക്കാം? എത്ര ആ വെല്ലുവിളി അരുൺകുമാറെ ഞാൻ ഏറ്റെടുത്തു. ഞാൻ അയച്ചു തരാം. ഇപ്പൊ എന്റെ ഫോണിലില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സമയം വെച്ചോ? അരുൺകുമാർ സമയം വെച്ചോ? അരുണിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണ്? അരുണ് സമയം വെച്ചോ? അവിടെ വന്ന് കാണിക്കാം. വേണ്ടാന്ന് അയക്കാന്നല്ലേ ശ്രീ പി രാജീവ് നമ്മുടെ മിനിസ്റ്റർക്കെതിരെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം UDF എപ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ഒരു വ്യക്തിക്ക് തന്നെ മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. കാരണം തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം കോൺഗ്രസുകാർ കുറച്ച് നാളായി ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ടൊരു തെളിവ് നിജേഷ് ധൈര്യമുണ്ടെങ്കിൽ അരുൺകുമാർ എഴുതി വെച്ചോ. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിജേഷ് അതല്ലല്ലോ തർക്കം. എറണാകുളത്തെ സമരത്തിൽ നിന്നാണ് താങ്കൾ പറഞ്ഞത്. അതേക്കുറിച്ച് സംസാരിക്കും. പി രാജീവിനെതിരെ നയമാണ് പറഞ്ഞത്. അരുൺ കടുപ്പിക്കുകയാണ്. വിടുന്ന ഭാവമില്ല. ഞാൻ ഏറ്റെടുത്തു. ഞാൻ അയച്ചു തരാം. ഞാൻ പറഞ്ഞോളാം. അതിനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ശരി, അരുൺ അയക്കൂ. ധൈര്യമുണ്ടെങ്കിൽ അയക്കൂ. നിങ്ങൾ അയക്കൂ. ഫാബ്രിക്കേറ്റ് ചെയ്ത് പോയി ഉണ്ടാക്കാൻ വേണ്ടി സമയം ചോദിക്കുന്നത്. കഴിഞ്ഞ മാസം ആർക്കും മാപ്പ് പറയേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ മാസം ഒരാൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് മാപ്പ് പറയേണ്ടി വന്നു എന്ന ഉത്തരവാദിത്വത്തോടെ അരുൺ പറയുന്നു. ആര്? ഞാൻ മാപ്പ് പറയില്ല. അയച്ചു തന്നേക്കാം. നിങ്ങളല്ല ഇങ്ങനത്തെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാനത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾ എന്താ പറയാമെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡിലെ അംഗത്തിന് മാപ്പ് പറയേണ്ടി വന്നു. പേര് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ല, നിങ്ങൾ കേൾക്കണോ? ഞാനതിൽ മാപ്പ് പറയാൻ തയ്യാറല്ല. പി രാജീവ് പങ്കെടുത്ത സമരത്തിന്റെ നോട്ടീസ് അരുൺകുമാർ ഞാൻ അയച്ചു തന്നേക്കാം. അല്ലെങ്കിൽ കൈരളിച്ചാൽ അപ്പീൽ കിട്ടും. എന്റെ അരുൺകുമാർ ഈ ബഡ്ജറ്റിനെ പറ്റി പറയും. നോട്ടീസായി. ഈ ബഡ്ജറ്റിൽ നോട്ടീസായി. അതെ, അല്ലെ നിജേഷിന്റെ കേസ് വീക്കായി. അതാണ് അരുൺ പറയുന്നത്. പങ്കെടുക്കുക. നിജേഷിന്റെ കേസ് വീക്കായി എന്നാണ് അരുൺ പറയുന്നത്. അല്ല, അരുൺ അഡ്വക്കേറ്റ് ആണ്. അരുൺ വീക്കായി തോന്നും. ഞാൻ പറഞ്ഞു ഞാൻ അയച്ചു തരാം. ഞാൻ പ്രൂവ് ചെയ്യാം. അതിനപ്പുറത്ത് ഞാൻ എന്താ പറയാ? അല്ല, പക്ഷേ അരുണിന്റെ ഇപ്പോ ഞാനത് വിടാം, നമുക്കത് വിടാം. നിജേഷിന്റെ ഈ ആർഗ്യുമെന്റ് ഏറ്റെടുത്ത് പറഞ്ഞു നടന്ന ആർക്കോ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞ മാസം മാപ്പ് പറയേണ്ടി വന്നു എന്ന ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അതിന് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വവും ആധികാരികതയും തോന്നും. അതാണിപ്പോൾ അരുൺ ചെയ്തത്. അരുൺ അത് പലതവണ ആവർത്തിച്ചു. അതൊരു മാധ്യമ പ്രവർത്തകനാണ്. തെറ്റായ പ്രചാരണം നടത്തിയ ആൾക്ക് മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ ആ വഴിയിൽ നിജേഷ് ഉന്നയിച്ച ഈ ആരോപണം അതൊരു വിഷയമായ ഗൗരവമായ കാര്യമൊന്നുമല്ല. എങ്കിലും താങ്കൾ തന്നെയാണ് അത് എടുത്തിട്ടത്. അതുകൊണ്ട് അതിലേക്ക് പോയെന്ന് മാത്രം. അല്ല,
ഞാൻ പറഞ്ഞത് ഞാനതിൽ വേറൊരു തരത്തിൽ കാണുന്നയാളാണ്. ഞാൻ വരാം രണ്ടുപേരിലേക്കും. നിങ്ങൾ രണ്ട് യുവ നേതാക്കൾ അവസാനത്തെ ചർച്ചയല്ല എന്നാണ് എന്റെ വിശ്വാസം. അവസാനത്തെ ചർച്ചയല്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കൊണ്ടുവന്നോളാം. ശ്രീ എം ജയചന്ദ്രൻ, ഇതിൽ യഥാർത്ഥത്തിൽ സമരം എന്ന് പറയുന്നത് ഒരു വലിയ അപാകത പിടിച്ച കാര്യമൊന്നുമല്ല. ഗെയിലിൻ്റെ കാര്യത്തിൽ അതിലേക്ക് ചർച്ച പോകാൻ വേണ്ടിയല്ല, ഞാനെങ്കിലും സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഗെയിലിൻ്റെ കാര്യത്തിൽ UDF സർക്കാർ ഇരുന്നപ്പോൾ ആ പദ്ധതി നടപ്പാക്കാതെ പോയി വലിയ എതിർപ്പ് അത് അനുബന്ധ ആളുകളിൽ നിന്ന്, ഈ പദ്ധതി കടന്നു പോകുന്ന മേഖലകളിലെ ഭൂവുടമകളിൽ നിന്നുണ്ടായി. പക്ഷേ അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഗെയിൽ കോർപ്പറേഷനെ കൊണ്ട് അതിലും മികച്ച ഒരു നഷ്ടപരിഹാരത്തിലേക്ക്, ഒരു പാക്കേജിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടാണ് 2016 ആ പദ്ധതി നടപ്പാകും വിധം മാറ്റമുണ്ടായത്. അതായത് അല്ലാതെ ഗെയിൽ 2016 മുമ്പ് UDF സർക്കാരിൻ്റെ കാലത്ത് അവതരിപ്പിച്ച ഭൂമി വിലയും ഏർപ്പാടും ഒന്നുമേ ആയിരുന്നില്ല 2016 ശേഷം. അന്ന് ഒരുപാട് ചർച്ചയിൽ യഥാർത്ഥത്തിൽ കേരള സർക്കാർ പറഞ്ഞതായി വാർത്തകളിൽ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന വില വെച്ച് കേരളത്തിൽ ഈ പദ്ധതിക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വില കൂട്ടി നൽകണം, അവരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ ആശങ്കകളെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വേണം. വലിയ കൗൺസിലിംഗ് ടീമുകളുണ്ടായിരുന്നു പോലീസിൻ്റെ നേതൃത്വത്തിൽ അടക്കം. അങ്ങനെയൊക്കെ വലിയ പരിശ്രമം നടത്തിയാണ് ആ പദ്ധതി. LNG ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ദേശീയപാത, ഇതങ്ങനെ നടന്നു വരുന്നൊരു ഘട്ടം. ഞാൻ ശ്രീ ജയചന്ദ്രൻ ഞാൻ താങ്കളിലേക്ക് പറയാൻ വന്നൊരു കാര്യം, നമുക്ക് ഈ സഭാ കാലയളവിലേക്കും അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്കും മടങ്ങി വരാം. നേരത്തെ ശ്രീ അരുൺ പറയുകയുണ്ടായി, വളരെ ശക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് നിയമപരമായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കേരളത്തിൽ ഒരു ധനപ്രതിസന്ധിയുണ്ട്. അതിൻ്റെ കാരണം നിരന്തരം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരും ഭരണമുന്നണിയും. പക്ഷേ പ്രതിപക്ഷം ആ നിലയിൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ അവരുടേതായ നിലയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു സഭാ കാലയളവ് കഴിയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ അളവുകോൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജയചന്ദ്രൻ ശരത്ത, ഞാൻ അതിലേക്ക് ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് മറ്റേ ആ ഗെയിലിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു പോകാമെന്ന് വെച്ചിട്ടാണ്. ഈ 2011-16 UDF ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് PRD ഒരു പുസ്തകം, ഏതാണ്ട് 1000-ഓളം പേജുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങൾ എന്നാണ് ആ വലിയ ഗ്രന്ഥത്തിൻ്റെ പേര് കേട്ടോ. ഉമ്മൻചാണ്ടിയുടെ 50 വർഷങ്ങൾ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്, ഇപ്പോഴും അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിൽ ഈ 2011-16 കാലയളവിൽ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ തന്നെ നടക്കുന്ന ചർച്ചകളുടെ എണ്ണം വിശദമായി അതിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ മാത്രം കൊടുത്തിട്ടുള്ളത് 7 ചർച്ചകളാണ്. 7 ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 30ഓളം പേജുകൾ ആ നിയമസഭാ ചർച്ചകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള പദ്ധതിയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ. അപ്പോൾ പ്രതിപക്ഷത്തെ ഓരോരുത്തരുടെ ഇടപെടലും കൃത്യമായി അതിനകത്ത് വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മറുപടിയുണ്ട്, കേന്ദ്രത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് PRDയുടെ പുസ്തകത്തിൽ ആ നിയമസഭയിലെ ചർച്ചകൾ എടുത്തു ചേർത്തത് തന്നെ. പക്ഷെ പിന്നീട് വന്ന സർക്കാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് നമ്മുടെ മുമ്പിൽ അനുഭവമായിട്ട് മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഗെയിൽ പൈപ്പ് ലൈൻ എങ്ങനെ വിഷയമല്ലാതായി മാറി എന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളോ മുഖ്യമന്ത്രിയോ പറയുന്നതിനേക്കാളും ഏറ്റവും ഉപരിയായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ തന്നെ പരസ്യമായി കേരളത്തിലും ഡൽഹിയിലും ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത് നടപ്പിലാക്കുന്നതിന് വേണ്ടി. ഞാൻ അതിൻ്റെ കക്ഷി രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടക്കാതെ തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. രഹസ്യമായി UDFൻ്റെ, വിശേഷിച്ചും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരത് സമ്മതിക്കുന്നുമുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു വില്ലാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത്. അതെനിക്കതിനെ സംബന്ധിച്ച് യുവ സുഹൃത്തായ നിജേഷിനോടും ചൂണ്ടിക്കാണിക്കാനുള്ളൂ. പിന്നെ ശരത് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കേരള സർക്കാർ നേരിടുന്നത് വലിയൊരു സാമ്പത്തിക ഞെരുക്കമാണ് എന്നുള്ള വിഷയം ഈ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി പ്രചരിപ്പിക്കുന്നതല്ല എന്നും അത് വസ്തുതയാണെന്നും ദേശീയ തലത്തിൽ 8ാം തീയതി സമരത്തോടുകൂടി അടിയുറച്ച് വിശ്വസിപ്പിക്കാൻ കേരളത്തിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, അതിനൊപ്പം കേരള ഗവൺമെൻറ്റിനൊപ്പം നിന്നതാരൊക്കെയാണ്? സർക്കാർ എന്നുള്ള നിലയിൽ തമിഴ്നാട് സർക്കാർ, കർണാടക സർക്കാർ, പഞ്ചാബ് സർക്കാർ, ഡൽഹി സർക്കാർ,
കൂടാതെ ഫറൂഖ് അബ്ദുള്ളയെ പോലെ ആയിട്ടുള്ള ഏറ്റവും അനുഭവസമ്പന്നനായ പരിചയസമ്പന്നനായ രാഷ്ട്രീയ പ്രവർത്തകർ, പിന്നെ നിരവധി രാഷ്ട്രീയക്കാർ വേറെയും. അപ്പോൾ അത്തരത്തിൽ ഭരണഘടനാപരമായി തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കേരളം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഇവിടെ കേരളത്തിനത് ആ കാര്യം ഇനി ചർച്ച ചെയ്യപ്പെട്ടാൽ പിന്നെ ഇതുവരെ കോൺഗ്രസ് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു ചീട്ടുകൊട്ടാരമുണ്ട്. ആ ചീട്ടുകൊട്ടാരമാണ് അതിവേഗം തകർന്ന് താഴെ വീഴുക. അപ്പോൾ അതുണ്ടാവരുത്. അതിന് പകരം പുതിയ ഒരു പിന്നെ വിവാദം ആളിക്കത്തിച്ച് കൊണ്ടുവരാൻ സാധിക്കണം. എന്താണ് കോൺഗ്രസിൻ്റെ ഉപശാലാവൃത്തങ്ങളിൽ ആദ്യം നടന്ന ചർച്ചയും അതിനനുസൃതമായി ഇന്നലെ നിയമസഭയ്ക്ക് പുറത്ത് പിന്നെ മീഡിയ റൂമിൽ മാത്യു കുഴൽനാടൻ്റെ ഒരു പത്രസമ്മേളനവും നടന്നത്. അതിന് ചെറിയ കാര്യമല്ല ശരത്ത് ആ കാണിച്ചു വെച്ചത്. ഇപ്പം നിയമസഭയിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് കുഴൽനാടൻ ആ പ്രശ്നത്തിൽ. ഞാനിത് നിയമസഭയിൽ പറയാൻ വെച്ച വിഷയമാണ്, പക്ഷേ സ്പീക്കർ അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, സ്പീക്കറെ അതിന് പാതകം ചെയ്തതുപോലെ അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റും കൊണ്ട് ചെന്നാൽ നിയമസഭയുടെ ചട്ടപ്രകാരം പിന്നെ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ? ഇല്ലെന്നറിയാത്ത ആളല്ല പ്രാക്ടീസിങ് ലോയർ കൂടിയായിട്ടുള്ള കുഴൽനാടൻ. പക്ഷേ അതാണ് ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായും നിയമസഭാ ചട്ടങ്ങൾക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ പിന്നെ ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല. അതിന് മീഡിയ റൂമിൽ വന്ന് ഉന്നയിക്കുന്നു. മീഡിയ റൂമിൽ വന്ന് ഉന്നയിക്കുന്നത് എന്താണ്? ഈ ഉന്നയിക്കണമെങ്കിൽ, ഞാൻ അതാണ് പറഞ്ഞത്, ഉന്നയിക്കണമെങ്കിൽ നിയമസഭ ഉന്നയിക്കാൻ വെച്ചതാണെന്ന് പറഞ്ഞല്ലോ, സ്വാഭാവികമായും അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം അനുമതി കൊടുത്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡർ ആരാണ്? പിന്നെ കോൺഗ്രസിൻ്റെ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ വിഷ്ണുനാഥല്ലേ. അപ്പോൾ സ്വാഭാവികമായും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ടായിരിക്കണമല്ലോ ഞാൻ നിയമസഭയിൽ ഉന്നയിക്കാൻ വെച്ചതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യംഗ്യവതാണല്ലോ, കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ ഒന്ന് പറയുകയാണ്. അപ്പോൾ അതിന് അനുമതിയുണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെയും പാർലമെൻ്ററി പാർട്ടി ലീഡറിൻ്റെയും ഒക്കെ അനുമതിയുണ്ട്. എന്താണ് പിന്നെ താങ്കൾ തന്നെ ശരത് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രി രാജീവ് പറഞ്ഞ ഉണ്ടയുള്ള വെടി എന്തായിരുന്നു? അത് പറയുമ്പോഴാണ് ചില കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ കഴിയില്ല നില വരുന്നത്. കാരണം ഈ പിന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സകല തിരിമറി നടത്തിയിട്ടുള്ളത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണെന്നുള്ളത് രേഖാമൂലം ഓർഡർ ബൈ ഓർഡറായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് AK ആൻ്റണിയുടെ 2001 ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് തുടങ്ങുന്നത്. അത് മുതലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത്രയും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഒരു ചർച്ചയിൽ എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ സമയം തന്നാൽ പോലും പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പോയിൻറ്റ്സ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിൽ പിന്നെ കുഴൽനാടൻ ഇന്നലെയും ഇന്നും പറയുന്നത് പിന്നെ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് ഇറക്കി. ഏതാ CMRL അനുകൂലമായി ഖനനത്തിന് വേണ്ടി ഒരു ഉത്തരവിറക്കി. പക്ഷേ വിത്തിൻ ഡേയ്സ് എന്ന് ഇന്നലെ പറയുന്നു. ഇന്ന് പറയുന്നത് 10 ദിവസത്തിനകം ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. ഇല്ല, ആ ഉത്തരവ് പിൻവലിച്ചില്ല നിജേഷേ, ആ ഉത്തരവ് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല ഒരുപാട് അഭ്യാസങ്ങൾ അതിൻ്റെ പുറത്ത് കാണിക്കുകയും ചെയ്തു. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ആലപ്പുഴക്കാരനാണല്ലോ, പിന്നെ പറയുമ്പോൾ ആലപ്പുഴക്കാരോടെങ്കിലും ഇത്തരം നുണ പ്രാഥമികമായി പോലും വിലപ്പോവില്ല. കാരണം വലിയൊരു സമരം നടന്ന ജില്ലയാണ് ആലപ്പുഴ. എവിടെ മുതൽ? ആലപ്പുഴ ബീച്ചിലെ വിജയ പാർക്ക് മുതൽ പിന്നെ വലിയഴീക്കൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൻ്റെ അതിരാണല്ലോ, 100 കോടി രൂപ മുതൽ കിഫ്ബിയുടെ പാല് നിർമ്മിച്ചിട്ടുള്ള ആ അതിര് വരെ 10,000 ജനങ്ങൾ അണിനിരന്ന ഒരു മനുഷ്യ കോട്ട എന്നായിരുന്നു അറിയുമോ? അത് 2003 ജൂൺ 16 ആയിരുന്നു. ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ ഈ CMRLന് അവരുടെ ഓഹരി പങ്കാളിത്തമുള്ള 63% ഓഹരിയുള്ള KREML എന്ന കമ്പനിക്ക് കൊടുക്കാനുള്ള നീക്കത്തിനെതിരെ ആദ്യം ഇതുമായിട്ട് CPIMൻ്റെ അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ചുമതല വഹിച്ചിരുന്ന MA ബേബിയാണ്. MA ബേബി ആദ്യം ഇതിനെ സംബന്ധിച്ച് എതിർപ്പ് ഉയർത്തുന്നു. തുടർന്ന് പിന്നീട് രംഗത്ത് വരുന്നത് സാക്ഷാൽ VM സുധീരനാണ്. അന്ന് ശ്രീ സുധീരൻ അന്ന് KPCC പ്രസിഡൻ്റാണെന്ന് ഓർക്കണം. എന്നിട്ട് മെയ് 5 ഈ ഉത്തരവ് ഇറങ്ങുന്നത്. കരിമണൽ ഖനനത്തിന് KREMLനെ കൊടുത്തോണ്ട് ഉത്തരവ്. അതിനെതിരെ മെയ് 5 ഈ ഇറങ്ങിയ ഉത്തരവിനെതിരെ മെയ് 16 ആലപ്പുഴയിൽ ഖനന വിരുദ്ധ കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷൻ തീരുമാനപ്രകാരമാണ് ജൂൺ 16 അല്ല ഇതുണ്ടാവുന്നത്. അതെ, പിന്നെ ഇത് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ശരത്, വിശദാംശങ്ങളിലേക്ക് പോവാതെ പറയാണ്. എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ പഴി
പിണറായി വിജയൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാം എന്നുള്ള ആ കുൽസിത ബുദ്ധിയുണ്ടല്ലോ, ആ കുതന്ത്രവും കുൽസിത ബുദ്ധിയും, അതാണ് പിന്നെ ഇന്നലെയും ഇന്നുമായി ഇതിന് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രവും അതിൻ്റെ സ്വന്തം ടെലിവിഷൻ ചാനലും കൊടുക്കുന്ന കവറേജ് കൂടെ ശ്രദ്ധിക്കണം. എന്നിട്ട് വല്ലതും നടന്നോ ഇന്നലെ ഇന്നുമായിട്ട്? കുഴൽനാടൻ്റെ ആരോപണങ്ങൾ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ചീട്ടുകൊട്ടാരം പോലെ തവിട് പൊടിയായി വീഴുകയല്ല ചെയ്തത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഉൾപ്പെടെ കേരളം കേന്ദ്രത്തിനെതിരെ പിന്നെ തീരുമാനമെടുത്ത് വിടുന്നുണ്ട്. ഞങ്ങൾ ഖനനത്തിന് അനുകൂലമായ തീരുമാനം ചെയ്യില്ല, സ്വകാര്യ മേഖലയിലേക്ക് പിന്നെ ബീച്ച് ആൻഡ് മിനറൽസിന് ഖനനത്തിന് അനുമതി ഗവൺമെന്റിനെതിരെയാണ്. അതെ, അത് പരസ്യമാണല്ലോ, രഹസ്യമല്ലല്ലോ ശരത്. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന മറ്റേ വിഷയമാണ് നിയമസഭയാണല്ലോ. നിയമസഭയെ ഇതുമായിട്ട് കമ്പയിൻ ചെയ്യുകയായിരുന്നു. കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ വിവാദമായിട്ട് ഇത് അവതരിപ്പിച്ച് മറ്റേത് ഡൈല്യൂട്ട് ചെയ്യാം. അവിടെയാണ് നിജേഷ്, ഞാൻ അരുണിലേക്ക് വരാം. അരുൺ ആ വിഷയത്തിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇവിടെയാണ് മാത്യു കുഴൽനാടൻ അടിതെറ്റുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ അടിതെറ്റലായി മാറുന്നത്. വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ വളരെ സ്വാഭാവികമെന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. എ കെ ആൻ്റണിയുടെ കാലത്ത് ഖനനാനുമതി സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നത് KREML-നാണ്. ആ KREML-ൽ 63% ഓഹരി പങ്കാളിത്തം CMRL-നാണ്. വിത്തിൻ 10 ഡേയ്സ് കൊണ്ട് ആ ഓർഡർ റദ്ദാക്കിയെന്ന മട്ടിൽ പറഞ്ഞു പോവുകയാണ്. 2001 എ കെ ആൻ്റണിയുടെ സർക്കാർ വരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. അതിനിടയിൽ രണ്ട് മുഖ്യമന്ത്രിമാർ, എ കെ ആൻ്റണിക്ക് ശേഷം ശ്രീ ഉമ്മൻചാണ്ടിയും. ആ അവസാനം വരെ ആ ഖനനാനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയതിന്മേൽ പിടിച്ചു തൂങ്ങി ശക്തമായ പ്രതിഷേധമുണ്ടായിട്ടും അതിനെയും കവച്ചു വെച്ച് മുന്നോട്ട് പോയതിൻ്റെ നിരവധി ഉത്തരവുകൾ, ഗവൺമെൻറ് ഓർഡറുകൾ, കേന്ദ്രത്തിൽ നിന്ന് അനുമതി മേടിച്ചത്, കോൺഗ്രസ് സർക്കാരിനെ കൊണ്ട് അനുമതി ഇതെല്ലാം നടന്നിട്ടുണ്ട്. അതിനെയാണ് മാത്യു കുഴൽനാടൻ ആദ്യം ആൻ്റണി സർക്കാർ ഒരു ഉത്തരവിറക്കി, പക്ഷേ വിതിൻ 10 ഡേയ്സ് കൊണ്ട് അത് റദ്ദാക്കി എന്ന് പറഞ്ഞു പോകുന്നത്. അത്ര വലിയ പ്രതിഷേധം, അത്ര വലിയ കോൺഗ്രസ് വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന നിലയിലൊക്കെ ആ മേഖലയിൽ മാറപ്പെട്ട സാഹചര്യം ഒരു സർക്കാരിൻ്റെ കാലയളവിലാകെ ഉണ്ടായിട്ടും എങ്ങനെയാണ് കണ്ണും പൂട്ടി ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാന പ്രശ്നം. അവിടെയാണ് മന്ത്രി രാജീവ് പറഞ്ഞതുപോലെ ഈ ഉണ്ടയില്ല വെടിയല്ല, ഉണ്ടയുള്ള വെടിയാണ്, അത് നിങ്ങളുടെ മുന്നണിയിലേക്ക് തന്നെയാണ് പോകുന്നത്, നിങ്ങളുടെ നേതാക്കൾക്ക് തന്നെയാണ് കൊള്ളുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം. മറുഭാഗത്ത് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എടുക്കുന്ന ഈ തന്ത്രത്തിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് PC ജോർജും ഷോൺ ജോർജുമാണ്. അപ്പോൾ ഇതെല്ലാം ഈ നിലയിലുള്ള ഒത്തുചേരലിൻ്റെ വെളിവാകുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. രേഖകളും നമ്മൾ മറന്നുപോയിട്ടില്ലാത്ത തൊട്ടടുത്ത കാലത്ത് നടന്ന യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ എങ്ങനെ ഇക്കാര്യങ്ങൾ ഇങ്ങനെ പ്രതിപാദിച്ചു പോകുന്നു? അപ്പോഴേ പൊളിയുകയല്ലേ നിജേഷ്? കേൾക്കുന്നില്ലേ നിജേഷ്? അവസാനം പറഞ്ഞത് കേട്ടില്ല, പറയണോ? അതായത് മാത്യു കുഴൽനാടൻ വിവരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ്. അത് വിതിൻ 10 ഡേയ്സ് കൊണ്ട് എന്ന നിലയിൽ ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് ആ ഉത്തരവ് ഒന്നും റദ്ദാക്കിയിട്ടില്ല. വലിയ പ്രതിഷേധത്തെ തന്നെയാണ് ആ സർക്കാർ നേരിടേണ്ടി വന്നത്. എന്നിട്ടും തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് ബദൽ ക്രിയ ചെയ്യാനും ആ സർക്കാരിൻ്റെ അവസാന കാലത്ത് ശ്രമിച്ചിരുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വസ്തുതാവിരുദ്ധമായി എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയൊക്കെ പ്രതിപക്ഷത്തെ അടിതെറ്റിക്കുന്ന നീക്കങ്ങൾ നടക്കുന്നു. ഒരു ഭാഗത്ത് PC ജോർജ്, ഷോൺ ജോർജ്, ഇപ്പുറത്ത് മാത്യു കുഴൽനാടൻ. എന്താണ് ഈ കോമ്പിനേഷൻ? ആർക്കു വേണ്ടി? ഒന്നാമത്തെ കാര്യം, ഞാനൊരു ചെറിയ നോട്ടീസ് ഞാൻ വായിക്കാം. നേരത്തെ ഞാൻ അരുൺകുമാറിനോട് പറഞ്ഞു, ഞാൻ നോട്ടീസ് ഒന്ന് വായിക്കാം. വാതക ബോംബിലെ മുകളിൽ ജീവിക്കാൻ ഞങ്ങൾക്കാവില്ല. സമരപ്രഖ്യാപന കൺവെൻഷൻ 2012 ഫെബ്രുവരി 18 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മല സാംസ്കാരിക നിലയം, മല കക്കാട്ടിരി റോഡ്. ഉദ്ഘാടനം ശ്രീ P രാജീവ് MP, എറണാകുളം. ഗെയിൽ ആക്ഷൻ കമ്മിറ്റി, പട്ടിത്തറ. ഇത് അവൈലബിളായ നോട്ടീസാണ്. ഇത് ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ ആധികാരികത അരുൺകുമാർ പറയുക. ഒന്ന്. രണ്ടാമത്തത്, മാധ്യമപ്രവർത്തകൻ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞത് ഒരു കടലാസുമായി, ഫോട്ടോസ്റ്റാറ്റ് കടലാസുമായി പോയാൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 4 ദിവസം മുമ്പ് വല്ലപ്പോഴും നമ്മുടെ നിയമസഭയിൽ വരുന്ന സ്വർണ്ണ ഖനനത്തിന് പോയ PV അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിയമസഭയ്ക്കകത്ത് വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ഏത് കടലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ ജയചന്ദ്രൻ ആ ആരോപണം നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചത്?
ഇന്നലെ പത്രസമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത്, ഞാൻ എഴുതിക്കൊടുത്ത ആരോപണങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് ഞാൻ KPCC യോഗം വിളിച്ചു ഒരു ചെറിയ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. എന്താണ് ശ്രീ ജയചന്ദ്രൻ അതേക്കുറിച്ച് മാത്രം ഞാനൊന്ന് രണ്ട് വാചകം തെറ്റാണെന്ന് പറയുന്നുണ്ട്. വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ, അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനും സ്പീക്കർക്കും കൊടുത്തതിന് ശേഷമാണ് ഉന്നയിച്ചത്. അല്ല, പ്രതിപക്ഷ നേതാവിനും സ്പീക്കർക്കും ആരോപണം രേഖാമൂലം കൊടുത്തതിന് ശേഷമാണ് PV അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത്. ശരി, നിജേഷ് അതല്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അങ്ങനെയാണെന്നുള്ളത് VD സതീശൻ സമ്മതിച്ചല്ലോ. അതല്ല, അദ്ദേഹം പറഞ്ഞത് വേറൊന്നാണ്. മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞത്, ഒരു ഫോട്ടോസ്റ്റാറ്റുമായി പോയാൽ ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചതിന്റെ മറുപടി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത് ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങൾ 2004 മറുപടി അല്ല. കരിമണലിന് അനുമതി കൊടുത്തിരുന്നു. 10 ദിവസം കൊണ്ട് അത് റദ്ദായി എന്ന് വെറുതെ പറഞ്ഞതല്ല. ഇന്നലത്തെ യോഗത്തിൽ അതിന്റെ ഉത്തരവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാവൽ മന്ത്രിസഭ ആയിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ വന്ന ഒരു വിധിയാണ്. ആ വിധി പകർപ്പിൽ കൃത്യമായി പറഞ്ഞു നിങ്ങൾക്ക് ആ പ്രദേശത്തെ ഏറ്റെടുക്കാം, ആ പ്രദേശത്തെ സർക്കാരിന് അക്വയർ ചെയ്യാം എന്ന് പറഞ്ഞ വിധിന്യായം, ആ വിധിന്യായത്തെയാണ് ചോദിച്ചത്. അതിനുശേഷം വ്യവസായ നയം വന്ന സമയത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ഇംഗ്ലീഷിൽ അച്ചടിച്ചതിൽ പൊതുമേഖലയിൽ മാത്രമാണ് വ്യവസായം ഖനനം അനുവദിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ മലയാളം വേർഷനിൽ 2016 സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായിട്ട് എന്ന് എഴുതി ചേർത്തു. ഇത് സഹായിക്കാനല്ലേ ആ കാലഘട്ടം മുതൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിനകത്തേക്ക് കർത്തായുടെ കമ്പനിയിൽ നിന്ന് 5 ലക്ഷം രൂപയും പിന്നീട് എക്സലോജിക്കിന് 3 ലക്ഷം രൂപയും വന്നു. ആ പണം കിട്ടിയതിൻ്റെ ബലത്തിലല്ലേ ഈ ഒരു എക്സംഷൻ വരികൾക്കിടയിലൂടെ ലൂപ്പ് ഹോൾ സൃഷ്ടിച്ചത് എന്നാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പറഞ്ഞാൽ അത് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യം അനുവദിക്കാതെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഇനി ബഡ്ജറ്റിന്റെ ഒറ്റ കാര്യം കൂടി, അരുൺകുമാർ, ഒരു മിനിറ്റ് കൂടി. ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വന്നിരിക്കുന്നത്, ഇന്ന് ശ്രീ KN ബാലഗോപാൽ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാലം മാറിയിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ കേരളത്തിലെ നേരത്തെ ചോദിച്ചതിന്റെ മറുപടി, കേരളത്തിലെ ഒരുപാട് കാലം സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ, വിദേശ വിദ്യാഭ്യാസത്തിനെതിരെ എന്തിന് ഇത് പഠിക്കാൻ ശ്രീനിവാസനെ തല്ലി താഴെയിട്ട ആ കാലഘട്ടത്തിനോട് ഞാൻ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. കാലഘട്ടത്തിനെ ഒന്ന് മാപ്പ് പറയാൻ തയ്യാറാണോ? ഒറ്റ വാചകത്തിൽ ഒരു മറുപടി. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞാൻ നിങ്ങൾ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ നിൽക്കട്ടെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതിന് മന്ത്രിസഭയിൽ മറുപടി പറഞ്ഞു, എന്തുവാട്ടെ, ഞാൻ ആ ചർച്ചയിലേക്ക് പോകാനല്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കാര്യത്തിൽ? വിദേശ സർവകലാശാലകളും മറ്റും പുതിയ കാലത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും വിധം സർവകലാശാലകളും മറ്റും കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ശരിയും തെറ്റുമല്ല പറഞ്ഞിരിക്കുന്നത്. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇടതുപക്ഷ ജനാധിപത്യം അതിൽ സർക്കാരിന്റെ നിലപാട് വന്നു. നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ വിമർശിച്ചോളൂ. നിലപാട് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയമായ നിലപാട് കോൺഗ്രസ് പറയും. അത് ശരി. അപ്പൊ ഇതുവരെ നിലപാടായിട്ടില്ല. ഈ കുറ്റം പറയാൻ നിങ്ങൾക്ക് വേഗത്തിൽ കഴിയും, പക്ഷെ നിലപാടെടുക്കാൻ ഇത്രമേൽ വൈകുകയും ഒരു കുറ്റവും പറഞ്ഞില്ല. ശരത്തെ ഒരു കുറ്റവും സ്വാഭാവികമാണ്. അത് ചെയ്തോളൂ. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ നോക്കി ഈ വിമർശിക്കാം, ഈ കുറ്റം പറയാം, സംശയമില്ല. പക്ഷെ നിങ്ങൾക്കൊരു നിലപാട് വേണം. നിങ്ങൾ ആ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാട്ടൂ. ശരത്ത് എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? നിങ്ങളുടെ സമീപനത്തിലെ രണ്ട് മുഖമാണ് ഞാൻ. അതായത് സമീപനത്തിലെ മുഖമാണ്. അല്ല, എന്റെ മുഖമാണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ? ഇതിലേറ്റവും സുപ്രധാനമായ കാര്യം എന്താണ്? ഇതിലേറ്റവും സുപ്രധാനമായ കാര്യം വിദേശ സർവകലാശാലകൾ അടക്കം നിബന്ധനകൾക്കും സംസ്ഥാനത്തിന്റെ പൊതു മാനദണ്ഡങ്ങൾക്കും വിധേയമായി വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് വെച്ചാൽ നിലപാട് നിങ്ങൾ എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് അതെന്താണ്? ലളിതമായ ചോദ്യം.
വളരെ ലളിതമായ ചോദ്യം. ആ നയം മാറ്റമുണ്ട് എങ്കിൽ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം അതവര് ചെയ്യട്ടെ. ഞാൻ നമ്മൾ തമ്മിലല്ലേ സംസാരിച്ചേ. ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്നല്ല നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളുടെ ഇടതു വിമർശനം അത് നിങ്ങൾ ചെയ്യൂ. അതിനവർ സർക്കാരും മന്ത്രിയും പാർട്ടിയും CPM ഒക്കെ മറുപടി പറയട്ടെ. പക്ഷേ അത് പറയുമ്പോൾ ഒരു നിലപാട് കോൺഗ്രസ് രൂപീകരിക്കണ്ടേ? ആ നിലപാട് കോൺഗ്രസ് എടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിജേഷിന് സമ്മതിക്കേണ്ടി വരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് യാതൊരു പരാതി അതിലില്ല. ഞാൻ വരാം, നമ്മുടെ വിഷയമല്ല. പക്ഷെ താങ്കൾ ഇട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് ഇതൊന്നും വേണ്ട അതും പറയും, വേണം എന്നാണെങ്കിൽ അതും പറയാം. ഞാൻ വരാം. ഒന്നും തീരുമാനിക്കുന്നില്ല. നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ആലോചിക്കാനോ നിലപാട് രൂപപ്പെടുത്താനോ കഴിയുന്നില്ല എന്നാണ് ബജറ്റിൽ വന്നില്ലേ? ബജറ്റ് സമ്മേളനം കഴിയുന്നതോടുകൂടി അതിലെ പ്രഖ്യാപനങ്ങൾ തീരുമാനമാകാൻ പോകല്ലേ? ഈ സാമ്പത്തിക വർഷം കഴിയല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് നിലപാടില്ല. ശരി, ഞാൻ അരുണിലേക്ക് ഞാൻ അതിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല. മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാദഗതിയിലെ പൊള്ളത്തരങ്ങൾ M ജയചന്ദ്രൻ ഡേറ്റ് സഹിതം സൂചിപ്പിച്ചു. നിരവധി ഉത്തരവുകൾ വർഷങ്ങളായി ആ കാലത്ത് ഇറക്കിയിരുന്നു. ആ ഉത്തരവുകളും വർഷങ്ങളും എല്ലാം പിന്നിട്ടിട്ടും മുന്നോട്ട് പോകുന്ന ഇച്ഛാശക്തിയോടുകൂടി സ്വകാര്യ മേഖലയിലെ ഖനനാനുമതിക്ക് വേണ്ടിയിരുന്ന UDF സർക്കാർ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും മാത്യു കുഴൽനാടൻ പറഞ്ഞത് വിത്തിൻ 10 days ഒരു എതിർപ്പ് വന്നപ്പോൾ ഒരു ഉത്തരവ് അങ്ങ് പിൻവലിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കലാണ് അദ്ദേഹം ചെയ്തത്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അതിനുശേഷം ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ നിജേഷ് അരവിന്ദ് ആവർത്തിച്ചതും മാത്യു കുഴൽനാടൻ പറഞ്ഞതുമായ ഒരു സാഹചര്യമുണ്ടല്ലോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട്. നേരത്തെ അരുൺ കൈ ഉയർത്തുകയും ചെയ്തു. അതിലേക്ക് താങ്കളുടെ മറുപടിയിലേക്ക്. ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ 12ഓളം പത്രസമ്മേളനങ്ങളാണ് കഴിഞ്ഞ 2-3 മാസമായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ, ചില കമ്പനികൾക്കെതിരെ ഇവിടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ അത് സേവനമുണ്ടോ ഇല്ലയോ എന്ന തർക്കം വന്നപ്പോഴാണ് GST അടച്ചിട്ടുണ്ടെങ്കിൽ IGST അടച്ചിട്ടുണ്ടെങ്കിൽ അത് സേവനമാണ്, അംഗീകരിക്കും എന്ന രൂപത്തിൽ. അവസാനം IGST അടച്ചിട്ടില്ലെന്നും പറഞ്ഞ് അദ്ദേഹം 3 പത്രസമ്മേളനം നടത്തിയത്. അവസാനം IGSTയുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ കൃത്യമായി അത് സേവനം ഉണ്ടെങ്കിൽ മാത്രമേ IGST അടക്കേണ്ടതുള്ളൂ എന്നെല്ലാം നമ്മുടെ മുന്നിൽ വ്യക്തമായി. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം വീണ്ടും പത്രസമ്മേളനത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള ആരോപണമല്ല, വസ്തുതകൾ പുറത്തു വന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാം പരിശോധിച്ച് വലിയ കൊള്ളത്തരം കണ്ടുപിടിച്ചു. സ്വന്തം ഭൂമിയോട് 53 ഏക്കർ കണ്ണായ സ്ഥലം വന്ന് ചേർന്നതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതിനൊക്കെ മറുപടിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക. ഇവിടെ കൃത്യമായിട്ട് അറിയാം, കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറാട്ടുപുഴ, തൃക്കുന്നത്തുപുഴ മേഖലകളിലെല്ലാം ഖനന അനുമതി കൊടുത്തത് കോൺഗ്രസ് ആണ്. അന്ന് ശ്രീ AK ആന്റണിയായിരുന്നു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയാണ് UDF കൺവീനർ. അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ ഉയർന്നു വന്നത് നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്തുമെല്ലാം ബഹുമാനപ്പെട്ട അന്നത്തെ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ജനരോഷം ഉയർന്നു വന്നപ്പോഴും ആ സ്വകാര്യ ഖനന മേഖലയെ സംരക്ഷിക്കാൻ, ആ മുതലാളിമാരെ സംരക്ഷിക്കാൻ, കമ്പനിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ കൃത്യമായി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ശ്രീ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. അതിനുശേഷം CMRL കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു. ആ ഖനി വകുപ്പ് ആ റിവിഷൻ കേട്ടുകൊണ്ട് ഗവൺമെന്റിനോട് വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞു. വീണ്ടും പരിശോധിക്കുകയല്ല ചെയ്തത്, അവരുടെ ആവശ്യം തന്നെ തള്ളിക്കളയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്. അതിനെതിരായിട്ടാണ് CMRL ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി അനുകൂല വിധി കിട്ടി. ഗവൺമെന്റ് തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. അവിടെയും CMRL അനുകൂലമായിട്ടുള്ള വിധി വന്നു. പിന്നെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിൽ നീണ്ട നിയമയുദ്ധത്തിന് ശേഷം 2016 ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായി CMRL വന്നു. അതിലൊരു ക്ലോസ് വച്ചത്, ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ ഒരു ഖനി തുടങ്ങാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ ഇറക്കാം എന്ന രൂപത്തിലാണ്. അത് കൃത്യമായി CMRLന് അനുകൂലമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവയ്ക്കുന്ന വിധി തന്നെയാണ്. 2016 ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നാൽ ആ വിധി അനുസരിച്ച് CMRLന് പ്രവർത്തിക്കാനുള്ള എല്ലാ ലൈസൻസും, പ്രത്യേകിച്ച് ഖനനം നടത്താനുള്ള അനുവാദം കൊടുക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, 1ാം പിണറായി സർക്കാർ, സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും അതിൽ അനുവാദം കൊടുക്കാൻ തയ്യാറായില്ലെന്ന്
മാത്രമല്ല ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 2019 പിന്നീട് നിയമം തന്നെ അമെൻഡ് ചെയ്യുന്ന തരത്തിൽ ഇവിടെ ആറ്റോമിക് മിനറൽ കൺസഷൻ ചട്ടം അമെൻഡ് ചെയ്യുന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം നിയമോപദേശം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയത് 2022 അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും CMRL അനുകൂലമായിട്ടുള്ള തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല. ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മേഖലയിൽ തന്നെ നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തിന്റെ നിലപാട്. അത് തന്നെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. അതിന് വിരുദ്ധമായി സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ അന്ന് കോൺഗ്രസ് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ 2016 തന്നെ സുപ്രീം കോടതി വിധി വന്നല്ലോ. വന്നിട്ട് എന്താണ് അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാത്തത്? എന്താണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് അവർക്ക് ഖനനാനുമതി കൊടുക്കുകയോ ഖനനത്തിന് അവസരമൊരുക്കുകയോ ചെയ്തില്ല. ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവുണ്ടായിട്ടും ഏറ്റവും സ്റ്റാൻഡായി ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അത് പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രമേ ഏൽപ്പിക്കാൻ കഴിയൂ എന്ന നിലപാട് എടുക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് എത്ര നുണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും മാത്യു കുഴൽനാടൻ എത്ര ഫോട്ടോസ്റ്റാറ്റ് ഉയർത്തി കാണിച്ചാലും വസ്തുതകൾ ജനങ്ങളുടെ മുന്നിലുണ്ട്. കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയത്. അതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കേരളത്തിന്റെ വികസന അജണ്ട ചർച്ചയാക്കാതിരിക്കുവാനും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള പോരാട്ടം, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടം വലിയ ചർച്ചയായി ജനങ്ങൾക്കിടയിൽ മാറുമ്പോൾ അത് ചർച്ചയാക്കാതിരിക്കാനുള്ള എത്ര നടപടി സ്വീകരിച്ചാലും അത് ജനങ്ങൾക്ക് ബോധ്യമാകും എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ശ്രീ പി രാജീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ പേപ്പർ താങ്കൾ ഉയർത്തി കാണിച്ചു. വസ്തുതാപരമായി രാജീവ് സഖാവ് തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. പൊതുമണ്ഡലത്തിൽ ആ വിവരങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട്. എന്ത് വന്നാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംവാദത്തിനും ഞാൻ തയ്യാറാണ്. ശരി, ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഇപ്പോൾ ഓർക്കുകയായിരുന്നു, താങ്കൾ തന്നെയാണ് അത് സൂചിപ്പിച്ചത്. വിത്തിൻ 10 days കൊണ്ട് ജനങ്ങളെതിരായതോടുകൂടി AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ ആ ഖനനാനുമതി, CMRL അനുകൂലമായിട്ടുള്ള ഖനനാനുമതി ആകെ റദ്ദ് ചെയ്തു എന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഒരു ജനപ്രതിനിധി ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലയളവിലെ ഉത്തരവുകളൊക്കെ നോക്കിയാൽ 2002 ആദ്യ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങുന്നത്. 2002 ശ്രീ AK ആന്റണിയാണെന്ന് മുഖ്യമന്ത്രി ഈ ഖനനാനുമതിയുമായി ബന്ധപ്പെട്ട്. 30/11/2002 രണ്ടാമത്തെ ജിയോ ഇറങ്ങുന്നു. ഈ അകലം, അതായത് 10ാം മാസം 22-ാം തീയതിയും 11ാം മാസം 30-ാം തീയതിയും തമ്മിലുള്ള അകലം. അത് കഴിഞ്ഞ് 2003 അടുത്ത വർഷം 5ാം മാസത്തിൽ 5ാം തീയതി അന്തിമ ഉത്തരവ് ഇറങ്ങുന്നു. മാത്യു കുഴൽനാടന് ഈ 10 ദിവസത്തെ അന്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിവിടെ കൊണ്ടും തീരുന്നില്ല. തുടർന്ന് ഇങ്ങോട്ട് 2004, 2005, 2006 ഇങ്ങനെ പല നിലയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും സർക്കാരിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത CMRL ഖനനത്തിന് വേണ്ടി നിലയുറപ്പിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടൻ ഒരു സിനിമ കാണുന്ന വേഗത്തിലെല്ലാം ഏതാണ്ട് ഒരു 10 ദിവസം കൊണ്ട് ചുരുക്കിയെടുത്തിരിക്കുകയാണ്. എന്താണ് മാജിക് എന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ ആലപ്പുഴക്കാരനായ എനിക്കും. ശ്രീ ജയചന്ദ്രൻ, ഇവിടെയാണ് എൻ്റെ സംശയം. പിന്നെ എന്താവും പി രാജീവ് ഉദ്ദേശിച്ച പലപ്പോഴും ഉണ്ടയില്ല വെടിവെക്കുന്ന മാത്യു കുഴൽനാടൻ ഇത്തവണ ഉണ്ടയുള്ള വെടിവെച്ചു എന്ന് പി രാജീവ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മാത്യു കുഴൽനാടൻ ആരുടെ നോമിനിയാണ് എന്നുള്ളിടത്തേക്ക് തന്നെയാണ് അദ്ദേഹം പറയാതെ വിരൽ ചൂണ്ടിയത്. അത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്കറിയാമല്ലോ. KC വേണുഗോപാലിൻ്റെ നോമിനിയാണ് മാത്യു കുഴൽനാടൻ. KC വേണുഗോപാലിൻ്റെ നോമിനിയാണ് VD സതീശൻ. ബാക്കി ആരും അങ്ങനെയല്ല. 55 പേരെയാണല്ലോ KC വേണുഗോപാലിൻ്റെ നോമിനികളായി 2021 ഇറക്കിയത്. അതിൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ സ്ഥാനാർത്ഥി വിജയിച്ചു കോൺഗ്രസിൻ്റെ, ഇരിക്കൂറുള്ള സ്ഥാനാർത്ഥിയും വിജയിച്ചു. ബാക്കി 53 പേരും തോറ്റുപോയി. അപ്പോൾ ഉത്തരവുകൾ വരുന്നത് ഹൈക്കമാൻഡിൻ്റെ ഏത് കേന്ദ്രത്തിൽ നിന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതങ്ങനെ പേര് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ രാജീവ് ചെയ്ത ഒരു സംഗതി. പക്ഷേ സംഗതി കൃത്യമാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഈ വടക്കാക്കി തനിക്കാക്കുക എന്നൊരു ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്തും പറയും. വാചക കസർത്ത് ഏത് നിലയ്ക്കും പുറത്തെടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായി ഇപ്പോൾ ഒരു പുതിയ അവതാരമായി വന്നിരിക്കുന്ന ഷോൺ ജോർജ്, തോട്ടപ്പള്ളി പൊഴിയിലെ കരിമണൽ ആണ്. എനിക്കത് വാസ്തവത്തിൽ കുട്ടനാട്ടുകാർക്ക് നമുക്കൊക്കെ ശരത്തെ ചിരി തലകുത്തും. എന്താണെന്നറിയാമോ? ഞാൻ ആ സമയത്ത് കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വലിയ പാടശേഖരത്തിൻ്റെ പ്രസിഡൻറ്റും കൂടെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ വെള്ളപ്പൊക്കം തടയാനായിട്ട് ഞങ്ങൾക്ക് സർക്കാർ മണ്ണ് തന്നു. മണ്ണ് വരുന്ന ഏതാണെന്നറിയാം? ഈ മണ്ണ്. ഇപ്പോൾ ഇന്നലെ ഷോൺ ജോർജ് പ്രഖ്യാപിച്ച കരിമണൽ
ഞങ്ങളൊക്കെ അവിടെ തോട്ടറമ്പിലൊക്കെ ചാക്കിനകത്ത് പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അകത്ത് അടുക്കി കെട്ടി വെച്ച് വെള്ളപ്പൊക്കം തടഞ്ഞത് തോട്ടിൽ നിന്ന് വടത്തേക്ക് വെള്ളം വരരുതല്ലോ, തടഞ്ഞത് ഈ കരിമണൽ വെച്ചാണ് കേട്ടോ. ഇപ്പോഴും പിന്നെ ഞങ്ങളുടെ പാടത്തിന് തന്നെ തന്നത് ഏതാണ്ട് 200 ലോഡുണ്ടായിരുന്നു മണ്ണ്. അങ്ങനെ എല്ലാ പാടങ്ങൾക്കും സ്കൂളുകൾക്ക് അവിടെ വെള്ളം കയറി അവിടെ നികത്താനായിട്ട് ഒക്കെ ഈ കരിമണലാണ്. എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്, എന്തൊരു വിഡ്ഢിത്തരമാണ്. ഈ കരിമണാണോ ഇങ്ങനെ കൊടുക്കുന്നത്? അത് തോട്ടപ്പള്ളി പൊഴിക്കാത്ത എവിടെയാണെന്ന് കരിമണൽ, തോട്ടപ്പള്ളി പൊഴിക്കാത്ത കരിമണലാണോ കിടക്കുന്നത്? കരിമണൽ എന്ന് പറയുന്നത് കൃത്യമായി കായംകുളം ബെൽറ്റ് എന്ന് പറയുന്നത് 22 കിലോമീറ്റർ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റിയുള്ള ഇൽമനൈറ്റാണ് കിടക്കുന്നത്. അതിന് കായംകുളം ബെൽറ്റ് എന്നാണ് പറയുന്നത്. നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള 22 കിലോമീറ്റർ നീളം. അതൊക്കെ വേറെ ശാസ്ത്രീയമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ അല്ല, ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വളരെ ചുരുക്കം വാക്കുകളിൽ പി രാജീവ് ഇങ്ങനെ പറയുന്നു, ഉമ്മയുള്ള വെടിയാണ് വെച്ചത്. ഇപ്പോൾ AK ആന്റണിയെ മാറ്റി നിർത്താൻ ജീവിതം നയിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയും സമാധാനം പറയേണ്ട ആളാണ്, അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇതിൽ ഏറ്റവും അധികം അസ്വസ്ഥതപ്പെടാവുന്ന, അന്ന് വ്യവസായ മന്ത്രിയായി ഈ കാര്യങ്ങളാകെ നിയന്ത്രിച്ച് അന്നത്തെ മുന്നണിയുടെ പൊതു തീരുമാനത്തിനനുസരിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കുഞ്ഞാലിക്കുട്ടിയാണ്. ഈ നിലയിൽ മാത്യു കുഴൽനാടൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നേരെ ചെന്ന് കൊള്ളുന്നതും സമാധാനം പറയേണ്ടി വരുന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തന്നെ അദ്ദേഹത്തെയും ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് പോകുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ടോ? യു ഡി എഫിനകത്തും അസ്വസ്ഥതപ്പെടാവുന്ന ഒരു സാഹചര്യം ഇതിലുണ്ടോ? അല്ല, പിന്നെ മുസ്ലിം ലീഗിനെ വിരട്ടി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് തന്ത്രം. മുസ്ലിം ലീഗിനെ വിരട്ടി നിർത്തുക, അത് തന്നെയാണ് തന്ത്രം, മറ്റൊന്നുമല്ല. കാര്യം മാത്യു കുഴൽനാടനെ പോലെ പിന്നെ ഒരു ലേൺഡ് കോൺസൽ, സുപ്രീം കോടതിയിൽ വരെ വാദിക്കുന്ന അഭിഭാഷകന് ഇതിൻ്റെ ഉള്ളുകള്ളുകൾ മുഴുവൻ അറിയാം. നിങ്ങൾ എവിടുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പണം വാങ്ങിച്ചിട്ടുണ്ട്, മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് കൂടെ നിന്നോണം, അഭ്യാസമൊന്നും കാണിക്കരുത് എന്ന് വിരട്ടി കൂടെ നിർത്താനുള്ള തന്ത്രമാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ പ്രയോഗിക്കുന്നത്. അതൊന്നും അങ്ങനെ ചിലവാക്കാൻ നോക്കിയാൽ വേറെ ഒരുപാട് സമാധാനം വേറെ പറയേണ്ടി വരും, ഒത്തിരി പേര് വേറെ പറയേണ്ടി വരും ശരത്തെ. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇതൊക്കെ വെച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള അഭ്യാസം വെച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ മകളുടെ നെഞ്ചത്തൊക്കെ കയറാൻ വന്നാൽ ഇത് എവിടെ ചിലവാക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. കോടതി പോലും ചിലവാത്ത സാധനമാണിത്. അത്ര ട്രാഷാണ് ഇവർ പറയുന്ന സാധനം മുഴുവനും. അത്രയും ചവറും കൊണ്ട് വന്നാൽ എവിടെ ചിലവാകും? അതല്ലേ, അതുകൊണ്ടല്ലേ 3 ROCകൾ അന്വേഷണത്തിന് വിട്ടിട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് SFIയുടെ അന്വേഷണത്തിന് വിടും. 8 മാസം കൊണ്ട് അന്വേഷിക്കുക, മറ്റേത് 4 മാസം കൊണ്ട്, ഇത് 8 മാസം കൊണ്ട് അന്വേഷിക്കുക. ആ തരത്തിലുള്ള പിന്നെ ഈ നിലതെറ്റിയ നിലയിൽ കാര്യങ്ങൾ പോവുകയാണ്. വേണ്ടത് ഇയാൾക്ക് PC ജോർജിനും മകനും വേറെ താല്പര്യങ്ങൾ, അതിൻ്റെ കൂടെ കുഴൽനാടൻ്റെ താല്പര്യങ്ങൾ വിരട്ടി നിർത്താൻ കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിക്കാൻ നോക്കുന്നു. ഈ തരത്തിലുള്ളൊരു പരിപാടിക്ക് പ്രതിപക്ഷത്തിന് അടിതെറ്റിയ നിലയോ എന്നുള്ളതാണ്. നിലതെറ്റിയ പ്രതിപക്ഷം എന്ന അവസ്ഥ കൂടി ഉണ്ട് ഈ സാഹചര്യങ്ങളിൽ എന്നുകൂടിയാണ് അദ്ദേഹം. ഇവിടെ നിജേഷ്, ഈ നീക്കം യഥാർത്ഥത്തിൽ പാളുകയും അത് ലീഗിനെ വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നില കൈവന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ആ നിലയിൽ കൂടി രാഷ്ട്രീയമായി വിലയിരുത്തുന്ന പശ്ചാത്തലമുണ്ട്. ലീഗിനെ ഏറ്റവും അധികം അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്ന് തന്നെയാണ്. UDF ആകെ ഇന്ന് വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി നോക്കാം. UDF എന്നുള്ളത് തന്നെ ലീഗിന് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലയിലേക്ക് പ്രതികരണം വരുന്നു. ലീഗ് മൗനം പാലിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് ഭിന്നമായി പൊതുപ്രശ്നങ്ങളോട് കുറെ കൂടി സർക്കാർ എടുക്കുന്ന നിലപാടുകളോട് വലിയ അതൃപ്തി ഇല്ലാത്ത വിധം അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ദില്ലി സമരത്തെക്കുറിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് വ്യത്യാസം വളരെ പ്രകടമായിരുന്നു. ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ നീക്കം വരുമ്പോൾ അദ്ദേഹത്തെ തന്നെ വല്ലാതെ ബാധിക്കും വിധം, ലീഗിനെ അസ്വസ്ഥപ്പെടുത്തും വിധമുള്ള കാര്യങ്ങളായത് മാറുന്നു. അതിൻ്റെ പിന്നിൽ കോൺഗ്രസിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുകൂടിയാണ് ഈ ചർച്ചയിലടക്കം ഉയർന്നു വന്നത്. നിജേഷ്, സത്യമായിട്ടും ശ്രീ ജയേന്ദ്രൻ സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് KC വേണുഗോപാലിൻ്റെ പേര് ഇങ്ങോട്ട് വലിച്ചഴിച്ചത് എന്നോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം എന്താണ് എന്നോ തെളിയിച്ചു പറഞ്ഞാൽ ഞാനതിൻ്റെ മറുപടി പറയാം. എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ജനുവരി 30 പി രാജീവ് പറഞ്ഞ, നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം എത്തിച്ചു കൊടുത്ത കർത്തായുടെ കമ്പനിയുമായി കേരള പൊതുമേഖല ലിമിറ്റഡിന്, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ
KMRL ഒരു ബന്ധവുമില്ല. CMRL KMRL തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു തലത്തിലുള്ള ഇടപാട് നടത്തിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ 30-ാം തീയതി പറഞ്ഞത്. എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രകാരം E-way ബില്ല് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജയേന്ദ്ര സാറിന്റെ ഭാഷ പറഞ്ഞ 8 വർഷം കൊണ്ട് എന്ത് അന്വേഷണം എന്തോ ആവട്ടെ, ആ അന്വേഷണത്തിനകത്ത് പുറത്തു വന്നിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഇടപാട് ജപ്പാനിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന നിജേഷ്, അതാണ് പ്രശ്നം. ധാതുമണൽ നടക്കാതെ പോയ ഒരു കാര്യത്തെ അനുമാനിച്ച് നിങ്ങൾ ആരോപണമായി വെക്കുന്നു. പക്ഷേ 2003 പ്രകാരം CMRL-ന് 63% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്ന KREML-ന് ഖനനാനുമതി നൽകിയത് ശ്രീ A.K. ആന്റണിയാണ്. അന്ന് വ്യവസായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ്. അന്ന് UDF ശ്രീ ആരോടാണ്? ശരത്ത്, എന്റെ ചോദ്യം E-way ബില്ലുകൾ പ്രകാരം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് KMRL മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയ KMRL-ലേക്ക് ലോഡ് കണക്കിന് ധാതുമണൽ പോയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ലാഭം കർത്തായുടെ കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് 2 ദിവസം മുൻപുള്ള പത്രങ്ങളൊക്കെ പറയുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് SFIO-യുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഇതാണ് ചോദ്യം. ഇതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിനകത്തേക്ക് പൈസ 2016 വന്നത് എന്നാണ് കുഴൽനാടൻ പറയുന്നത്. ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ്, UDF-നാണ്, കോൺഗ്രസിനാണ്. കോൺഗ്രസ് കൊടുത്ത ഭാഗമായി തന്നെയാണ് മുന്നോട്ട് പോയതും. ആയിക്കോട്ടെ, 2001 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിൽ പോലും ഒരനുമതിയും കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ, നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഖനനാനുമതി കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. സുപ്രീം കോടതി വിധി കേരളത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിയാണ് ഉണ്ടായത്. അത് CMR-ന് അനുകൂലമായിട്ടായിരുന്നു വിധി. ആ വിധി വന്നിട്ടും ഒരനക്കം പോലും ഒരടി പോലും മുന്നോട്ട് പോകാതെ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വിധി കൃത്യമായി അരുൺ പറയും. അദ്ദേഹം 53 പേജുള്ള സുപ്രീം കോടതിയുടെ വിധി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ്. ഗവൺമെന്റ് സംവിധാനം ഒരു ഖനി ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഇന്ന രൂപത്തിൽ നോട്ടിഫിക്കേഷൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഗവൺമെന്റിന്റെ ഒരു ഖനി ഈ ചെറിയ സ്ഥലത്ത് ആരംഭിക്കാൻ കഴിയുമോ? കേരള ഗവൺമെന്റിന് അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ഖനി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാം. മറിച്ച് ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ച വിധിയെ പൂർണ്ണമായി ശരിവെച്ചുകൊണ്ട് ഖനനാനുമതി കൊടുക്കാനാ പറഞ്ഞത്. 2017, 18, 19 അവിടെ കേന്ദ്രത്തിന്റെ അമെന്റ്മെന്റ് വന്നു. 20, 21 ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CMR-ന് അനുകൂലമായി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ നയം. പൊതുമേഖലയിൽ മാത്രം ഖനനം പ്രോത്സാഹിപ്പിക്കണമെന്നായിരുന്നു. അത്തരത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാതെ കൃത്യമായി ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ച ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള വാദങ്ങളും തിരിച്ചാലും അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിന്റെ ജനങ്ങൾക്കുണ്ട്. എല്ലാം ബലൂൺ ഓരോ ആരോപണവും പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയാണ്, ഖനനാനുമതി കൊടുത്തവരെയാണ്, CMR-ൽ നിന്ന് പണം കിട്ടിയെന്ന് അക്സെപ്റ്റ് ചെയ്തവരെയാണ്, പണം കിട്ടിയെന്ന് സമ്മതിച്ചവരെയാണ്. അതുകൊണ്ട് ചില നേതാക്കന്മാരെ ലക്ഷ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അത് എല്ലാവർക്കും ബോധ്യമുണ്ട്. യാതൊരു സംശയമില്ല. കോൺഗ്രസിൽ തന്നെ ചില ആളുകൾ അത് തിരിച്ചറിഞ്ഞ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിച്ചു. കുഴൽനാടൻ പറഞ്ഞതിനെ അരുൺകുമാർ അംഗീകരിച്ചു കഴിഞ്ഞു. ശരി, ദാ അരുണിന് ഒരു അവസരം കൂടി. അരുൺ 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 കേൾക്കുന്നുണ്ടോ? ശ്രീ ജയചന്ദ്രൻ ഹലോ. റൈറ്റ്, അരുൺ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? റൈറ്റ്, അദ്ദേഹത്തിൻ്റെ കണക്ഷനിൽ നഷ്ടം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ശ്രീ ജയചന്ദ്രൻ, നമ്മുടെ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇതിൽ ഖനനാനുമതി എന്നൊരു വിഷയം, സ്വകാര്യ മേഖലയിലെ ഖനനം എന്നത് LDF-ന്റെ നയമേ അല്ല എന്ന് നിലനിൽക്കുന്നു. കൃത്യമായിട്ടുള്ള വസ്തുതയാണ് പറഞ്ഞത്. കുഴൽനാടൻ ജഡ്ജ്മെന്റ് എടുത്ത് കുറച്ച് രേഖകൾ പൊക്കി കാണിച്ചു പറഞ്ഞു. അതിൽ ഏതാണ്
ഏത് ഭാഗത്താണ് ഗവൺമെന്റിന് വീഴ്ച പറ്റിയത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീഴ്ച പറ്റിയിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടും ആ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുമ്പോഴും ഖനനാനുമതിയുമായി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. മറിച്ച് ഈ ഗവൺമെന്റ് ചെയ്തത് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും പൊതുമേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളും നിലനിർത്തുക എന്ന ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായി ആ സുപ്രീം കോടതി വിധി അനുസരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടി ഒരു നിലപാടും സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും പറയുന്നു, ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഇപ്പോഴും ഉണ്ടയുള്ള വെടി UDFന്റെ നേതാക്കന്മാർക്കെതിരെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. നന്ദി ശ്രീ അരുൺകുമാർ, അതുപോലെ തന്നെ നിജേഷ് അരവിന്ദ്, അതുപോലെ തന്നെ ശ്രീ M ജയചന്ദ്രൻ. നമ്മുടെ സമയം അവസാനിക്കുന്നു.